മലപ്പുറം തെന്നലയിൽ CPM ലോക്കൽ സെക്രട്ടറി സ്ത്രീകളെ അധിക്ഷേപിച്ചതായി പരാതി. തെന്നല പഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥിയും CPM ലോക്കൽ സെക്രട്ടറിയുമായ KV സയ്യിദ് അലി മജീദിനെതിരെയാണ് പരാതി. വിജയാഹ്ലാദ പ്രകടനത്തിനിടെ മൈക്കിലൂടെ സ്ത്രീകൾ അധിക്ഷേപിച്ചു എന്നാണ് വനിതാ ലീഗും യൂത്ത് ലീഗും പരാതി നൽകിയത്. കല്യാണം കഴിക്കുമ്പോൾ തറവാട് നോക്കുന്നറിയോ? ഇത്രയും കാര്യങ്ങൾക്കൊക്കെ തറവാട് നോക്കുന്നത്. അന്യ ആണുങ്ങളെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് അലി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അന്യ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പിക്കുകയാണ്. വനിതാ ലീഗിന്റെ ഒരു വ്യക്തി പ്രസിഡന്റ് ഇന്നലെ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. വനിതാ ലീഗിനെ പറയാൻ പാടില്ല, അത്ര ജമീല താത്തയും കൂട്ടും. വനിതാ ലീഗിനെ പറയാൻ പാടില്ല. ജമീല താത്താണ് പറയാനുള്ളത്. രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജമീല താത്താന് മാത്രമല്ല, പാലക്കാട്ടെ തങ്ങന്മാരെ വരെ പറഞ്ഞിട്ടുണ്ട്. പറയും അതിനൊക്കെ കേൾക്കാൻ ആണത്വം പുളുപ്പുള്ളവൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വീട്ടുമ്മയായിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കണം. അതാണ് വേണ്ടത്. ജംഷീറുടെ വിവരങ്ങൾ നൽകാൻ. ജംഷീർ, ഇദ്ദേഹം വളരെ ഉച്ചസ്ഥരം അദ്ദേഹത്തിന്റെ നിലവാരം വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൂടെ നിൽക്കുന്നവരും അത് കണ്ടു നിൽക്കുന്നവരും അവർ കൈയടിച്ചുകൊണ്ട് തന്നെ അവരുടെ നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് താഴുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നൗഫൽ, ഇത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ആ പ്രവർത്തകനല്ല പറയുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ തെന്നല പഞ്ചായത്തിലെ CPMന്റെ ലോക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം താൽക്കാലികമായി ചുമതല മറ്റൊരാൾക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു CPMന്റെ നേതാവാണ് ഇത്തരത്തിലുള്ള തീർത്തും അശ്ലീലമായിട്ടുള്ള ഒരു പരാമർശം നടത്തുന്നത് ഓർക്കണം. നമ്മുടെ ഈ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ സ്ത്രീകൾ മുന്നിട്ട് വരികയും ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകളൊക്കെ വരികയും മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഒരു CPM നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള തീർത്തും അശ്ലീലമായിട്ടുള്ള ഒരു പരാമർശം വരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് സ്ത്രീകൾ വോട്ട് ചോദിക്കാൻ ഇറങ്ങരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇറങ്ങുന്നത് സ്ത്രീകൾ മറ്റുള്ളവർക്ക് മുന്നിൽ ശരീരം കാഴ്ചവെക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീകൾ വോട്ട് തേടാൻ ഇറങ്ങുന്നത് എന്നുള്ള ഒരു പരാമർശം, ഗുരുതരമായ പരാമർശമാണ് അദ്ദേഹം നടത്തുന്നത്. അത് മൈക്ക് കെട്ടി ഉച്ചത്തിൽ പറയുകയാണ്. അത് കണ്ട് കൈയടിക്കാൻ കുറെ ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇദ്ദേഹത്തിനെതിരെ അവിടെ വനിതാ ലീഗ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തെ പ്രകോപിച്ചത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രചരണമാവുമ്പോൾ അവിടെ ലീഗ് വനിതകളും ഒക്കെ പ്രചരണ രംഗത്ത് ഇറങ്ങാറുണ്ട് സർവ്വസാധാരണമായി. അത്തരത്തിൽ ഇവരെ അവിടെ ചില വനിതാ ലീഗ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങി എന്നുള്ളതാണ് ഇദ്ദേഹത്തെ പ്രകോപിച്ചത്. അതിനുവേണ്ടിയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ തന്നെ പരാജയപ്പെടുത്താൻ ഇറങ്ങിയ വനിതാ ലീഗ് പ്രവർത്തകരൊക്കെ എവിടെ പോയി, തങ്ങളുടെ വീട്ടിലും സ്ത്രീകളുണ്ട്, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളൊക്കെ അവര് ഭർത്താക്കന്മാരെ കൂടെയാണ് കഴിയേണ്ടത്, ഭർത്താക്കന്മാരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. അല്ലാതെ വോട്ട് തേടി പുറത്തിറങ്ങിച്ചെന്ന് അന്യപുരുഷന്മാരുടെ മുന്നിൽ നിൽക്കുകയും അന്യപുരുഷന്മാർക്ക് മുന്നിൽ കാഴ്ചവെക്കുകയുമല്ല വേണ്ടത് എന്ന തരത്തിലുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് അദ്ദേഹം, അല്ലെങ്കിൽ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തിരുത്തൽ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പലതവണ അദ്ദേഹത്തെ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാനോ പ്രതികരിക്കാനോ തയ്യാറാകുന്നില്ല. പ്രാദേശികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ CPMന്റെ സംസ്ഥാന നേതാക്കൾ അല്ലെങ്കിൽ ജില്ലാ നേതാക്കളൊക്കെ ഇതിനകത്തൊരു പ്രതികരണം നടത്തണം. ഇത് പാർട്ടിയുടെ നിലപാടാണോ എന്നുള്ള കാര്യം കൂടി ഇതൊന്നും പാർട്ടിയുടെ നിലപാടല്ല എന്ന് നമുക്കറിയാം. പക്ഷേ CPM ലോക്കൽ സെക്രട്ടറിയായ KV സയ്യിദ് അലി മജീദാണ് ഇത്തരത്തിലൊരു വിജയാഹ്ലാദ പ്രകടനത്തിനിടെ സ്ത്രീകൾ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയും അതിനെ അണികൾ കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്തു. വിഷയം